ഇപ്പം നമ്മൾ ഹോട്ടൽ ആണുള്ളത് ജയ്പൂർ. ഇവിടെ നമ്മൾ ഇനി സ്ഥലങ്ങൾ കണ്ട് കണ്ട് ഓവർനൈറ്റ് ജേർണി ടു ജയ്സൽമീർ. ഇങ്ങനെയല്ല ബൈ റോഡ്. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെയായിരുന്നു. ബനാന, ആപ്പിൾ, റൊട്ടി, സബ്ജി, പോഹ, ചായ ഇതൊക്കെ കഴിച്ചിട്ട് ബാഗൊക്കെ ഡിക്കിയിൽ കയറ്റി നമ്മൾ സ്ഥലം കാണാൻ ഇറങ്ങി. പിങ്ക് സിറ്റി ആയതുകൊണ്ട് തന്നെ കാണുന്ന ബിൽഡിങ്ങൊക്കെ ഈ കാണുന്ന പിങ്ക് കളറിലായിരുന്നു. അങ്ങനെ ആദ്യം നമ്മൾ പോയത് അംബർ ഫോർട്ടിലേക്കായിരുന്നു. അംബർ ഫോർട്ടിൽ എത്തിയപ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് പതുക്കെ നിരങ്ങി 1 മണിക്കൂർ ബ്ലോക്കിലാണ് പോയി. പിന്നെ വണ്ടി നീങ്ങില്ല കണ്ടപ്പോൾ എല്ലാവരും ഇറങ്ങി നടന്നു. അപ്പം ഞങ്ങളും ഇറങ്ങി നടന്നു. 2 അടി നടന്നപ്പോഴേക്കും വണ്ടി പോകാൻ തുടങ്ങി. ഞങ്ങൾ വീണ്ടും കയറി വണ്ടിയിലേക്ക്. ഒരു സമയത്ത് 20 വണ്ടികളെ കടത്തി വിടുള്ളൂ. നല്ല ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വണ്ടി 21ാമത്തെ വണ്ടിയായിരുന്നു. വീണ്ടും പതുക്കെ നിരങ്ങി അവസാനം നമ്മൾ അംബർ ഫോർട്ടിലെത്തി. ഈ കാണുന്നതാണ് അംബർ ഫോർട്ട്. ആളത് സൂപ്പറായി വായിക്കുന്നു. നമ്മൾ വിചാരിക്കും നമുക്കൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതിലേറെ സൂപ്പറായി വായിക്കുന്നു. പക്ഷെ എവിടെ നമ്മൾ വായിക്കുമ്പോൾ സൗണ്ടൊന്നും വരില്ല. അംബർ ഫോർട്ടിൻ്റെ അകത്തേക്ക് കടന്ന അവിടെ നിറയെ ആനകളാണ്. ഈ ആനകളുടെ മുകളിൽ നമുക്ക് സവാരി നടത്താൻ പറ്റും. ഇതാ കണ്ടില്ലേ കുറേ ആൾക്കാർ കയറിയിരുന്ന് പോണത്. അവിടെ ഒരുപാട് പക്ഷികൾ പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1592 രാജാ മാൻസിംഗ് ഒന്നാമനാണ് ഈ കാണുന്ന വലിയ കോട്ട പണി കഴിപ്പിച്ചത്. അധിക സമയമില്ലാത്തതുകൊണ്ട് അംബർ ഫോർട്ട് വേഗം ഓടിക്കണ്ട് നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി. അവിടെ അതാ ആൾക്കൂട്ടം. അപ്പോഴല്ലേ ഞങ്ങൾ അറിഞ്ഞത് വണ്ടി കേടായിരിക്കുന്നു. ഗായ്സ്, വണ്ടി കേടായിരിക്കുന്നു. ഇതാണ് നമ്മൾ വന്ന വണ്ടി. പെട്രോൾ എന്തോ എയറൊക്കെ ഒരു പ്രശ്നമായി. ഇത് നീങ്ങുന്നില്ല, ഇതവിടെ നിൽക്കുകയാണ്. വണ്ടി ഈ അടുത്തൊന്നും ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമ്മൾ താഴത്തെ കടകളിൽ ഷോപ്പിങ്ങിന് ഇറങ്ങി. ഒരുപാട് കടകളുണ്ട് അവിടെ. ഗായ്സ്, അതാ നമ്മുടെ വണ്ടി പോകുന്നു. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കണ്ണാടി വാങ്ങി. ഈ കാണുന്ന മലനിരകളിലൊക്കെ പരന്ന് കിടക്കുന്ന ഒരു വലിയ മതിലാണ് നമ്മുടെ അമർ ഫോർട്ടിനുള്ളത്. 12 കിലോമീറ്ററോളം വരുന്നാണ് പറയുന്നത്. നമ്മൾ വണ്ടി തള്ളി ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് ഇവിടുന്ന് ഒരു ജീപ്പ് ഓടിച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ജീപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ ഗൈസ്, നമുക്ക് ഈ ജീപ്പിൽ കയറാനായിരുന്നു യോഗ. നല്ല രസമില്ല. അതെ, ലോക്കൽ ഥാർ. അങ്ങനെ പപ്പു സിംഗിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ മുകേഷ് ഭായുടെ വണ്ടി കയറി ജൽമഹലിൻ്റെ അടുത്തെത്തി. മൻസാഗർ തടാകത്തിൻ്റെ നടുവിൽ കാണുന്ന ഈ മഹലാണ് ജൽമഹൽ. ഇതിന് 5 നിലകളുണ്ട്. കാണുമ്പോൾ ഒരെണ്ണാണെങ്കിലും ബാക്കി 4 എണ്ണം വെള്ളത്തിൻ്റെ അടിയിലാണ്. ഹണ്ടിങ് ലോഡ്സ് ആയിട്ടാണ് പണ്ട് കാലത്ത് ഈ ജൽമഹൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാനിലെ പരമ്പരാഗത വസ്ത്രമണിഞ്ഞ സ്ത്രീകളെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ജന്തർ മന്ദറിലാണുള്ളത്. ഇവിടെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അവിടെ എന്താണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവണില്ല. കാരണം സിമ്പിളായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്, പക്ഷേ കുറേ കോംപ്ലിക്കേറ്റഡ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷനാണ് അതിനൊക്കെ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള ഈ ജന്തർ മന്ദർ 1734 രാജാ ജയ്സിംഗ് രണ്ടാമനാണ് സ്ഥാപിച്ചത്. പ്രധാനമായും 19 ഉപകരണങ്ങളാണ് ഇവിടെ ഉള്ളത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൺഡയലായ ബൃഹത് സമ്രാത് യന്ത്ര നമ്മുടെ ജയ്പൂരിലെ ജന്തർ മന്ദറിലാണുള്ളത്. ഈ കാണുന്നതാണ് അത്. 2 സെക്കൻഡിൻ്റെ അക്യുറസിയിൽ ഈ സൺഡയലിന് സമയം അളക്കാൻ പറ്റും. വേറെയും ഒരുപാട് സയൻറ്റിഫിക് ഉപകരണങ്ങൾ അവിടെ ഉണ്ട്. കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇവർ ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് ആലോചിച്ച് അതിശയപ്പെടും. ഗൈസ്, നമ്മൾ കുടിക്കുന്ന വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ചായ 40 റുപ്പീസ് ചായയാണ്. എന്താ വെച്ചാൽ ഇതിന് പ്രത്യേകത? അതെ. സിറ്റി പാലസും ജന്തർ മന്ദറും ഹവാമഹലും അടുത്തടുത്തായതുകൊണ്ട് തന്നെ ജന്തർ മന്ദർ കണ്ട് നമ്മൾ പോയത് ഹവാമഹലിന്റെ അടുത്തായിരുന്നു. പാലസ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഈ ഹവാമഹലിന് 953 ചെറിയ ജനലുകളുണ്ട്. കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് പുറത്ത് നടക്കുന്ന ആഘോഷങ്ങളും മറ്റും കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഹവാമഹൽ പണിതിരിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ കിരീടത്തിന്റെ ആകൃതിയിലാണ് ഇത് പണിതിരിക്കുന്നത് എന്നും പറയപ്പെടുന്നു. ഇവിടെ നിന്ന് എങ്ങനെ കാണുന്നത് കാണിച്ചു. ഹവാമഹലിലും ജന്തർ മന്ദറിലും 52 രൂപയാണ് എൻട്രി ടിക്കറ്റ്. സ്റ്റുഡൻറ് കൺസെഷൻ കിട്ടാൻ കോളേജ് ID കൊണ്ടുപോയാൽ 22 രൂപയ്ക്ക് അകത്ത് കയറാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ
ജന്തർ മന്ദറിലല്ല, നമുക്ക് ഹവാ മഹലിൽ എത്തിയിട്ടുണ്ട്. ഹവാ മഹലിൻ്റെ ജനലുകൾ നമുക്കിവിടെ പിന്നിൽ കാണാം. മുകളിൽ കണ്ടോ, അവിടേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. അതുവരെ സ്റ്റെപ്പ് കയറി നമുക്ക് അവിടെ പോവാം. ഇനി ഇവിടുത്തെ ജനല് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ജയ്പൂരം, ഫുൾ കാണില്ല, പുറത്തെല്ലാം കാണാം. ഹവാ മഹൽ കണ്ടു കഴിഞ്ഞ് അടുത്തുള്ള ബസാറിൽ ലാക്ക് ബാംഗിൾസ് ഉണ്ടാക്കി വാങ്ങാൻ നമ്മൾ പോയി. ഓറഞ്ചും വെള്ളയും കളറിലൊരു വള നമ്മൾ ഉണ്ടാക്കി വാങ്ങി. ഹലോ, നമ്മളിപ്പോൾ അജ്മീറിൽ വന്നിരിക്കുകയാണ്. വണ്ടികളൊന്നും പോയില്ല, അതുകൊണ്ട് നടന്നിട്ട് വേണം പോവാൻ. ഇനിയുണ്ട് ഒരു 400 മീറ്റർ നടക്കാൻ. ഇവിടെ കുറേ കടകളും ചെറിയൊരു സ്ട്രീറ്റ്, അതുകൂടെ നമ്മളിങ്ങനെ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുക. അജ്മീർ ഫോർട്ട് ദൂരെ കാണാൻ പറ്റും. ഇവിടെ ഫുൾ കടകളാണ്. അജ്മീറിലെത്തിയപ്പോൾ അതുവരെ കണ്ട രാജസ്ഥാൻ്റെ ചായ മാറി തുടങ്ങി. കെട്ടിടങ്ങൾ, പാട്ടുകൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ മാറാൻ തുടങ്ങി. ഇടുങ്ങിയ വഴികളിലെ 2 സൈഡിലും നിറയെ കടകളാണ്. അതിലൂടെയാണ് നമ്മൾ ദർഗയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ വന്നു, നമ്മളെ അജ്മീറിൽ ഇറക്കി, അകത്ത് പോയി, അതിൻ്റെ ഇടയിൽ കൂടെ പോയി തിരിച്ചു വന്നു. പക്ഷെ വന്നത് ഞങ്ങൾ വേറെ വഴിയിലായി. ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ ഇല്ല, എല്ലാ വഴിയും ഒരേപോലെ ഉണ്ട്. അപ്പോൾ വഴി തെറ്റി ഈ ഓട്ടോ ചേട്ടൻ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി സംസാരിച്ച് കാര്യങ്ങൾ ശരിയാക്കി തരികയാണ്. ജോധ്പൂരിലേക്ക് പോകുന്ന വഴി രാത്രി നമ്മൾ ഈ കാണുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. ഇപ്പോൾ സമയം 11 മണിയായി. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റ് നാട്ടുരാജിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഹോട്ടൽ. ദാലും പനീർ ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം. തണുപ്പ് നല്ലോണം ഉണ്ട്, നല്ല തണുപ്പുണ്ട്. പുറത്തൊക്കെ ആൾക്കാര് മറ്റേ തീ കൂട്ടിയിട്ട് അവിടെ ഇരുന്ന് ചൂട് കൊള്ളുന്നുണ്ട്. ഇപ്പോൾ നല്ല പുക വരുന്ന പോഹ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോഹ കഴിക്കണേ, ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ച് നോക്കട്ടെ കേട്ടോ. നന്നായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് മിഠായി വേണം പറഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ മിഠായി വാങ്ങി. ഇതാണ് നമ്മൾ കയറിയ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. തണുപ്പ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പുതപ്പും ജാക്കറ്റും എടുക്കാൻ തുടങ്ങി. ഭയങ്കര തണുപ്പൊന്നുമില്ല, പക്ഷെ വണ്ടിയിലിങ്ങനെ പോകുമ്പോൾ ഒരു രസം. ഇതൊക്കെ ഇടാനുള്ള തണുപ്പുണ്ട്, പക്ഷെ ഇതൊന്നും ഇട്ടില്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത തണുപ്പും ഇല്ല. അപ്പോൾ എന്തായാലും കൊണ്ടുവന്നതല്ലേ, അപ്പോൾ ഒരു വൈബിന് വേണ്ടി എടുത്തിട്ട് അങ്ങ് ഇടുക. രസമല്ലേ? ഇപ്പോൾ സമയം 2:12 അപ്പോൾ നമ്മൾ ടൗണിൽ നിന്നൊക്കെ വന്ന് വില്ലേജിൻ്റെ പോലത്തെ ഒരു ഏരിയയിലെത്തി. അധിക സമയമില്ല, വേഗം കയറി കിടക്കുക. എന്നിട്ട് നാളെ 6 മണിക്ക് വീണ്ടും നമ്മൾ ഇവിടുത്തെ സ്ഥലം കൊള്ളാം. വില്ലേജ് ആണെങ്കിൽ റോഡൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിനകത്തേക്ക് കടന്നു. ഹോട്ടൽ സിൽവർ ലൈൻ ക്ലൗഡ്. ഇനി വേഗം പോയി കിടന്നുറങ്ങും. ഹോട്ടലിൻ്റെ വീഡിയോ. ഇവിടെ തണുപ്പുണ്ട്, കാറ്റ് വീശുമ്പോഴാണ് നല്ല തണുപ്പ് ഇങ്ങനെ വരുന്നത്. കാറ്റ് കിളപ്പോഴാണ് തണുപ്പ് വരുന്നത്. ഹലോ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു സംഭവം കാട്ടിത്തരാം. കണ്ടോ ഫാൻ കറങ്ങണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തോ റൂമുണ്ട്. ഇവിടെ റൂമുണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കുളിക്കാൻ. അതിനാണ് ഈ ഫാൻ വെച്ചിരിക്കുന്നത്. വെറൈറ്റി അല്ലേ? നാളെ നമ്മൾ ജയ്സൽമീറിലെ താർ ഡെസേർട്ടിലാണ് താമസം. ആ വീഡിയോസ് വൈകാതെ വരും.